ഏറ്റവും കുറഞ്ഞ തവണ നോമിനേഷനിൽ വന്ന അനീഷ്, വെറും 5 തവണ മാത്രമാണ് അനീഷ് ഈ സീസണിൽ നോമിനേഷനിൽ വന്നത്. അനീഷിന് 5 ലിറ്റർ ഫുൾ ക്രീം മിൽക്ക് കൊടുക്കുകയാണ് ബിഗ് ബോസ്. ക്യാപ്റ്റനാണ് അനീഷിനത് കൊടുക്കുന്നത്. അങ്ങനെ അനീഷിനോട് ബിഗ് ബോസ് പറയുന്നു, പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ, പ്രേക്ഷകരോടും കൂടുതലുള്ള മത്സരാർത്ഥികളോടും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയാമെന്ന് പറയുന്നത്. അങ്ങനെ അനീഷാണ് സംസാരിക്കാൻ വരുന്നത്. അനീഷ് പറയുന്നത്, എനിക്ക് ആദ്യം നന്ദി പറയേണ്ടത് ബിഗ് ബോസ് ടീമിനോടാണ്. ബിഗ് ബോസിൻ്റെ ടീമാണ് എന്നെ ആദ്യമായിട്ട് എന്നിലെ വിശ്വാസം അർപ്പിച്ച് എന്നെ ആദ്യമായി ഈ വീട്ടിലേക്ക് കടത്തിവിടുന്നത്. ആദ്യമായി ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ സത്യമായും എനിക്ക് എന്താണ് എങ്ങനെയാണ് ഒന്നും ഒട്ടും അറിയില്ല. ഞാൻ എന്താ പറയുക, ഒന്നും അഭിനയിക്കാതെ നിൽക്കണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഞാൻ നിൽക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി, ഇവിടെ ഉള്ള എല്ലാവർക്കും എന്നോടൊരു സ്നേഹമുണ്ട്, ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരിഷ്ടം എന്നോടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. പലപ്പോഴും ആരുടെ പേര് ഞാൻ ഈ അവസരത്തിൽ എടുത്തു പറയുന്നില്ല, എല്ലാവരും എന്നോട് നല്ല സ്നേഹമായിരുന്നു. എല്ലാവരിൽ നിന്നും എനിക്കൊരു ഇഷ്ടം, സ്നേഹം, കരുതൽ, സൗഹൃദം, എനിക്കത് എങ്ങനെ നിങ്ങളോട് പറയണമെന്ന് സത്യമായിട്ടും എനിക്കറിയില്ല. അത്രമാത്രം സ്നേഹം കിട്ടിയ നിമിഷങ്ങളായിരുന്നു കടന്നു പോയിരിക്കുന്നത്. പലപ്പോഴും വലിയ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും എൻ്റെ ഭാഗത്തുനിന്ന് ഞാനത് പെട്ടെന്ന് തന്നെ പാച്ചപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങളും, ഒരാളുടെ പേര് ഞാൻ എടുത്തു പറഞ്ഞില്ല, ആ പഴയ ആത്മാർത്ഥതയും ആ സ്നേഹവും ഒക്കെ എന്നോടും കാണിച്ചു. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ഞാനൊരു ഭാഗ്യം ചെയ്ത ആളായിരുന്നു എന്ന്. ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത്രമാത്രം നിങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് എനിക്ക് കയറാൻ പറ്റി എന്നുള്ളത്, അതിൽ സത്യമായിട്ട് ഞാൻ അഭിമാനിക്കുന്നു. അതുപോലെ തന്നെ എന്താ പറയേണ്ടതെന്ന് സത്യമായിട്ട് എനിക്കറിയില്ല. എനിക്ക് നിങ്ങളോടൊക്കെ അതുപോലെ തന്നെ ഇഷ്ടമാണ്. എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, നിങ്ങളോട് ആരോടും എനിക്കൊരു പിണക്കമോ ദേഷ്യമോ ഒന്നും തന്നെയില്ല. ഈ അവസരത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാനായി ആഗ്രഹിക്കുന്നു. ഇവിടെ വന്നിട്ട് ആദ്യ നാളുകളിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു കയ്യകലത്തിലേ ഞാൻ നിർത്തുകയുള്ളൂ എന്ന്, എൻ്റെ നാട്ടിലോട്ട് വരല് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഞാൻ ആത്മാർത്ഥമായിട്ട് എൻ്റെ ശിരസ് കുനിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളെന്നെ ഒരിക്കലും മറക്കരുത്. നിങ്ങളെല്ലാവരും എൻ്റെ നാട്ടിലേക്ക് വരണം, എൻ്റെ വീട്ടിലേക്ക് വരണം. അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് കേൾക്കുമ്പോൾ എൻ്റെ വീട്ടിലുള്ളവർക്കും ഒരുപാട് സന്തോഷമാവും. വീണ്ടും ഞാൻ പറയാം, എൻ്റെ വീട്ടിലേക്കും എൻ്റെ നാട്ടിലേക്കും നിങ്ങളെല്ലാവരും വരണം. നമുക്കവിടെ എൻജോയ് ചെയ്യാം. ഞാൻ ഓൾവേസ് എൻ്റെ വീട് നിങ്ങളുടെ മുന്നിൽ ഓപ്പൺ ആയിരിക്കും എന്ന് പറഞ്ഞ് നിർത്തുകയാണ് അനീഷ്. അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.